അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഹലാലായ മുറാദുകൾക്ക് സാധിച്ചേരണമേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയിരുന്ന ഒരു മഹത്തായ ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കുന്നതാണ്. രോഗമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ മക്കൾക്ക് വിവാഹപ്രായത്തിൽ നിൽക്കുന്നവരുണ്ട്. നിങ്ങളെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനായ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആ മഹാനവറുകൾ ധാരാളം ചൊല്ലിയ ഒരു മഹത്തായ ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. അപ്പൊ ആ ദിക്ർ നമ്മൾ ചൊല്ലേണ്ട രീതി, ചൊല്ലേണ്ട എണ്ണം ഇൻഷാ അല്ലാഹ് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നാഥനായ റബ്ബ് നമ്മൾ പറയുന്നത് കേൾക്കുന്നതും എല്ലാം ഒരു സാലിഹായ അമലാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊരു വിഷമോ ഒരു പ്രയാസമോ വന്നാൽ നമ്മൾ തകർന്നു പോകരുത്. നമുക്ക് എല്ലാം നൽകുന്നവനാരാണ്? അല്ലാഹുവാണ്. പ്രയാസം വരുമ്പോൾ നമ്മൾ അല്ലാഹുവിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ, പ്രയാസം വരുമ്പോൾ നമ്മൾ അല്ലാഹുവിലേക്ക് തിരിഞ്ഞിട്ട് ദുആ ചെയ്യണം. തീർച്ചയായും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. കാരണം വിഷമങ്ങൾ തരുന്നതും പ്രയാസം തരുന്നതും രോഗം തരുന്നതും സമ്പത്ത് തരുന്നതും സമ്പത്ത് ഇല്ലാതെയാക്കുന്നതും എല്ലാം കാരുണ്യവാനായ അല്ലാഹുവാണ്. എല്ലാം പടച്ചവനാണ്. അവന്റെ റഹ്മത്ത് നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല മുഅ്മിനീങ്ങളെ. ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ കൂടെ പഠിച്ച് എത്രയോ പേര് നമ്മൾ ഖബറടക്കി. നമ്മൾ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങളെ പ്രിയപ്പെട്ടവർ പലരും മരിച്ചു പോയി റബ്ബേ, അവർക്കൊക്കെ നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിഷമങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും എന്ത് വേദന വന്നാലും നമ്മൾ നമ്മുടെ റബ്ബിനോട്, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ കാരുണ്യവാനായ റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ തീർച്ചയായും അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാണ്. നമുക്കറിയാം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മഴയില്ലായിരുന്നു. അങ്ങനെ മഴ തേടിയവരെല്ലാവരും മരുഭൂമിയിൽ പോവുകയാണ്. 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ്. മൂസാ നബി ജനങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, പടച്ചവനെ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹ് അല്ലേ? മഴയില്ലാതെ നമ്മളൊക്കെ ഒരുപാട് പേര് പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലേ? മഴ ഇല്ലാത്തൊരു കാലഘട്ടം അല്ലാഹു ഇപ്പം മഴ, നല്ല മഴയുണ്ട്. അല്ലാഹുവേ, ഈ മഴയെ ഞങ്ങൾക്ക് ദോഷകരമായ രീതിക്ക് പടച്ചവനെ നീ പെയ്യിക്കല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് അനുഗ്രഹമായ രീതിക്ക് നൽകണേ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യണം. കാരണം കഴിഞ്ഞ വർഷമൊക്കെ മഴ കൂടിയിട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. നമ്മളെ മക്കളെ കൊണ്ട് ദുആ ചെയ്യിക്കണം, പടച്ചവനെ ഈ മഴ ഞങ്ങൾക്ക് ദോഷകരമായ രീതിക്ക് നീ പെയ്യിക്കല്ലേ അല്ലാഹ്, നമുക്ക് അനുഗ്രഹമായ രീതിക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുതലിലും ഞങ്ങളുടെ ശരീരത്തിനും ഞങ്ങളുടെ സമ്പത്തിനും അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്കെല്ലാം അനുകൂലമായ രീതിക്കുള്ള മഴയെ നീ നൽകണേ അല്ലാഹ്. പ്രതികൂല കാലാവസ്ഥ നൽകല്ലേ അല്ലാഹ്. നമ്മൾ ദുആ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മഴയില്ലാതെ അവർ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടിയിട്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ തീരുമാനിച്ചു. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി മൂസാ നബിയുടെ ഉപദേശപ്രകാരം മരുഭൂമിയിൽ ഒരുമിച്ച് കൂടി മഴയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അപ്പൊ മൂസാ നബി അല്ലാഹുവോട് ദുആ ചെയ്യണം, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാഹ്. കാരണം മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് സംസാരിച്ച ഒരു പ്രവാചകനാണല്ലോ. അപ്പോൾ അല്ലാഹു മൂസാ നബിക്ക് വഹി കൊടുക്കുകയാണ്, അല്ലയോ മൂസാ നബിയേ, അല്ലയോ മൂസാ നബിയേ, നിങ്ങൾക്ക് മഴ നൽകാത്തത്, ദുആ ചെയ്തിട്ട് മഴ വരുന്നില്ല. മൂസാ നബി ചോദിച്ചു, പടച്ചവനെ നീ എന്താ മഴ നൽകാത്തത്? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് മഴ നൽകാത്തത് നിങ്ങളുടെ കൂട്ടത്തിൽ 40 വർഷമായി എനിക്ക് ഇബാദത്ത് ചെയ്യാതെ
എന്റെ വിധിവിലക്കുകൾ അനുസരിക്കാത്ത ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം എഴുന്നേറ്റ് പോയാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മഴ നൽകാമെന്ന് അല്ലാഹു വഹി നൽകുകയാണ്. അപ്പൊ 40 വർഷമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാത്ത ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളതുകൊണ്ട് ഞാൻ മഴ നൽകത്തില്ല എന്ന് അല്ലാഹു മൂസാ നബിക്ക് വഹി നൽകുകയാണ്. ഉടൻ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് മൂസാ നബി പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ 40 വർഷമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാത്ത, അവന്റെ വിധിവിലക്കുകൾ അനുസരിക്കാത്ത ഒരാളുണ്ട്, അതുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് പോയാൽ അല്ലാഹു മഴ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ മനുഷ്യൻ കേൾക്കുകയാണ്. ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുന്ന, പടച്ചവനെ, ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ ഇളിഭ്യനാകുമല്ലോ അല്ലാ, ഞാൻ നാണം കെട്ടു പോകുമല്ലോ അല്ലാ, ഒറ്റയ്ക്ക് ഞാൻ എഴുന്നേറ്റ് പോയാൽ ഞാൻ ഇളിഭ്യനാകുമല്ലോ പടച്ചവനെ, അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് ചെയ്യണേ അല്ലാ, എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആത്മാർത്ഥമായ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, ആ മനുഷ്യൻ 40 വർഷമായി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാത്ത ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചവനെ എനിക്ക് നീ മാപ്പ് തരണേ അല്ലാ, ആ സമൂഹത്തിൽ വെച്ച്, ആ ജനങ്ങളുടെ വെച്ച് അങ്ങനെ അദ്ദേഹം നിഷ്കളങ്കമായി അദ്ദേഹത്തിന്റെ ഹൃദയം അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് ദുആ ചെയ്തപ്പോൾ അല്ലാഹുവോടെ മഴ കൊടുക്കുകയാണ്. മൂസാ നബി ചോദിച്ചു, അല്ലാഹുവേ, ആ മനുഷ്യൻ എഴുന്നേറ്റ് പോയില്ലല്ലോ, നീ പിന്നെ എങ്ങനെ മഴ തന്നു ചോദിച്ചപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, മൂസാ, ആ മനുഷ്യൻ നിഷ്കളങ്കനായി എന്നോട് ദുആ ചെയ്തപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തു, ഞാൻ പുറത്തു കൊടുത്തു, ഞാൻ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു, ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹു അവർക്ക് മഴ നൽകി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എന്ത് സുഖദുഃഖങ്ങളിലെല്ലാം നമ്മൾ ആരെയാണ് വിളിക്കേണ്ടിയുള്ളത്? നമ്മൾ ആരോടാണ് നമ്മുടെ പ്രയാസങ്ങൾ പറയേണ്ടിയുള്ളത്? ഈ പ്രപഞ്ചം മടക്കി ഭരിച്ച് സൃഷ്ടിക്കുന്ന തമ്പുരാനായ അല്ലാഹുവിനോടാണ് നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ പറയേണ്ടിയുള്ളത്, അല്ലേ? അതുകൊണ്ട് സുഖവും ദുഃഖവും എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയേണ്ടിയുള്ളത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ്. പടച്ചവനെ, അംബിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളെല്ലാം ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ എല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ പ്രയാസം പ്രതിസന്ധികൾ നേരിടുമ്പോൾ നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹുവോട് പറഞ്ഞാൽ കാരുണ്യവാനായ റബ്ബ് അതിന് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ നാമം നിങ്ങൾ ചൊല്ലിയാൽ മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മഹാനവറുകൾ ധാരാളമായി ചൊല്ലിയിരുന്ന ദിക്റാണ്. ഇന്ന് മഹാനവറുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാനാണ്. അപ്പൊ ഇത് ചൊല്ലിയാൽ നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, നിങ്ങൾക്ക് ഈശ ഒരിക്കലും കാലിയാകുകയില്ല. അത്ര മഹത്തായ ഒരു ഇസ്മാണ്. അപ്പൊ ഈ ഇസ്മൊക്കെ നമുക്ക് ധാരാളം ചെല്ലാൻ പറ്റിയ ഇസ്മാണ്. അല്ലാഹു ദാരിദ്ര്യങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ നിന്ന്, വേദനകളെല്ലാം അല്ലാഹു നമ്മളെ കാക്കുന്ന മഹത്തായ ഇസ്മാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പൊ ദാരിദ്ര്യങ്ങൾ അല്ലാഹു ദാരിദ്ര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതുപോലെ ഈശകാലിയാകുമല്ലോ, ജീവിതത്തിൽ ബർക്കത്ത് നൽകപ്പെടുന്നതാണ്. അപ്പൊ ആ മഹത്തായ ഇസ്മ ഏതെന്ന് നമുക്ക് നോക്കാം. ആ മഹത്തായ ഇസ്മാണ് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു മഹത്തായ ഇസ്മാണ്. യാ വാസിഉ യാ അല്ലാഹ്, 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 യാ വാസിഉ യാ അല്ലാഹ് എന്ന ഈ ഇസ്മിനെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ചൊല്ലിയാൽ ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് നമുക്ക് നോക്കാം. അപ്പൊ അവർ പറഞ്ഞ പോലെ ചൊല്ലിയാൽ അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുന്നതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്? ഈ മഹത്തായ ഇസ്മിനെ ഓരോ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട നാമങ്ങളും ഇന്ന സമയത്ത് ചൊല്ലണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ സമയങ്ങളുമായി എണ്ണത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു വലിയ ഐശ്വര്യം നൽകുന്നതാണ്. അപ്പൊ ചൊല്ലേണ്ടത് 137 പ്രാവശ്യം രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് ചൊല്ലിയ ശേഷം ആ കൈകൾ മുഖത്ത് തടവുക. എത്ര പ്രാവശ്യം ചൊല്ലണം? 137 തവണ. യാ വാസിഉ യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ്. അങ്ങനെ രണ്ട് കൈകൾ മുകളിലേക്ക് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം. ശേഷം രണ്ട് കൈകൾ മുഖത്ത് തടവുകയും ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ നിത്യമായി ചൊല്ലിക്കൊണ്ടുവന്നാൽ
അള്ളാഹു വിശാലമായ ധനസമ്പാദ്യ മാർഗം അള്ളാഹു തുറന്നു നൽകുന്നതാണ് അല്ലേ. ഇതൊരു ദിവസം 137 പ്രാവശ്യം ചൊല്ലാൻ എത്ര മിനിറ്റ് വേണം മുഅ്മിനീങ്ങളെ? ഈ അമലുകളൊക്കെ നിങ്ങൾ ചെയ്യണം. അള്ളാഹു ഈ നാവ് തന്നത്, ഈ ശരീരം തന്നത് അള്ളാഹുവിന് ദിക്ർ ചൊല്ലാനാണ്. അല്ലാതെ ജനങ്ങളെ കളിയാക്കാനോ പരദൂഷണം പറയാനോ അല്ലെങ്കിൽ ഫിത്ന ഉണ്ടാക്കാനോ ഏഷണി ഉണ്ടാക്കാനോ പരദൂഷണം ഉണ്ടാക്കാനോ അല്ല. നമ്മൾ ഈ നാവ് കൊണ്ട് 2 കരങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ 137 തവണ ഒരു ദിവസം നിങ്ങൾ 137 പ്രാവശ്യം യാ വാസിഉ യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് എന്നീ മഹത്തായ നാമം ചൊല്ലി വന്നാൽ അല്ലാഹു വലിയ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് മുഅ്മിനീങ്ങളെ. ഒരുപാട് നിഅമത്ത് അല്ലാഹു നൽകുന്നതാണ്. അപ്പോൾ ഈ ഇസ്മ ആരാണ് ചൊല്ലിയത്? മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകൾ ധാരാളമായി ചൊല്ലിയിരുന്ന ഒരു ഇസ്മാണ്. ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മരണപ്പെടാത്ത ഒരു പ്രവാചകനാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹുവേ, മന്നാനായ പടച്ചവനെ, നിന്റെ മഹത്തായ നാമങ്ങൾ ചൊല്ലാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മഹത്തുക്കളായ അമ്പിയാക്കൾ ചൊല്ലിയതുപോലെ അതിന്റെ പവിത്രതയെ അനുസരിച്ച് ചൊല്ലാനുള്ള എല്ലാ ഭാഗ്യവും നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഹബീബായ മുത്തനബി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിൽ ബർക്കത്ത് വരികണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളെ മജ്ലിസിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ പല രോഗികളാണ് അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരവേദനകൾ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടം കൊണ്ട് വലിയവരുണ്ട് റബ്ബേ. ഞങ്ങളെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ആരെയും കടക്കാറായി മരിപ്പിക്കല്ലേ അല്ലാഹ്. അതിനുള്ള സമ്പത്തും അതിനുള്ള ആരോഗ്യവും അതിനുള്ള ആയുസ് എല്ലാം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്ത ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ഭവനമില്ലാത്തവരാണ് റബ്ബേ. ഞങ്ങൾ പലരും ഒരുപാട് വീടുകളിൽ കിടക്കുന്നവരാണ്. സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. വിവാഹപ്രായത്തിൽ നിൽക്കുന്ന എത്രയോ മക്കൾ അല്ലാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരുടെ മാതാപിതാക്കൾ അല്ലാഹു അവരിലേക്ക് എല്ലാം നീ സാലിഹീങ്ങളായ ഇണകൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും അല്ലാഹുവേ, മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാഹുവേ. ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാഹ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളുടെ കച്ചവടത്തിൽ എല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിനെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റണേ അല്ലാഹ്. പടച്ചവനെ, കള്ളക്കേസുകളെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ വാഹനങ്ങളിലും ഞങ്ങളുടെ ഇണകളിലെല്ലാം നീ ബർക്കത്തുകൾ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസിൽ ബർക്കത്ത് വരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.